തമിഴ്നാട്ടിലെങ്ങും വിസിലിന്റെ ശബ്ദമാണ്, വിസിലിന്റെ തരംഗമാണ്. ഞെട്ടിച്ചിരിക്കുകയാണ് ജോസഫ് വിജയ്. സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. DMK കോട്ടയിൽ പോലും TVK തരംഗമാണ്. അതേ തമിഴ്നാട്ടിലെ തെരുവുകളിൽ ഇന്ന് ആവേശക്കടലിലാണ്. പതിറ്റാണ്ടുകളായിട്ട് തമിഴകം ഭരിച്ചിരുന്ന ദ്രാവിഡ പാർട്ടികളുടെ കോട്ടകൾ ഇളകിയാടുന്ന കാഴ്ചയാണ് ഇന്ന് രാജ്യം കാണുന്നത്. 6 പതിറ്റാണ്ടിന് ശേഷം തമിഴ് മണ്ണിൽ ഒരു പുതിയ യുഗം പിറക്കുകയാണ്. അതേ രാഷ്ട്രീയ ഗോതയിലേക്ക് ഇറങ്ങിയ ദളപതി വിജയ് ആദ്യ ചുവടുവെപ്പിൽ തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയായിട്ടുള്ള തമിഴക വെற்றி കഴകം 100ലധികം സീറ്റുകളിൽ വിജയം നേടിക്കൊണ്ടാണ് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് മാറുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയ്ക്ക് നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വിജയ് മത്സരിച്ച പെരുമ്പാവൂരിലും തൃച്ചി ഈസ്റ്റിലും അദ്ദേഹം വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷത്തിൽ വലിയ റെക്കോർഡ് വിജയത്തിൽ മുന്നേറി എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു റിപ്പോർട്ട് പ്രകാരം TVK 130ലധികം സീറ്റുകളിൽ ആധിപത്യം പുലർത്തിയിരിക്കുകയാണ്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരാണ്. അതുപോലെ തന്നെ പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിലുള്ള പ്ലാനുകൾ നടത്തി ഇപ്പോൾ ഒരു MLA എന്നുള്ള ഒരു സ്ഥാനത്തിലുപരി അടുത്ത തമിഴ്നാടിന്റെ CM എന്ന ഒരു നിലയിലേക്ക് ജോസഫ് വിജയ് മാറുകയാണ്. തമിഴ്നാടിന്റെ ഈ ദളപതി തന്നെ മാറുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമുക്കറിയാം ഈ ഒരു പ്രചാരണ വേളയിൽ വിജയ്ക്ക് എതിരെ വന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ തരണം ചെയ്ത് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ ഇപ്പോൾ വിജയ് രംഗത്ത് തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും വിജയ്ക്ക് വലിയൊരു വിജയം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും വലിയ ശത്രു BJP എന്ന് പറയുമ്പോഴും വിജയുടെ കണ്ണിലെ തീഷ്ണം ഒരു MLA ആകുമെന്നുള്ളതായിരുന്നു മറ്റുള്ളവർക്ക് കാണാൻ സാധിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇതാ MLA അല്ല, പകരം തമിഴ്നാടിന്റെ പുതിയ ഒരു CM എന്ന നിലയിലേക്ക് വിജയെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. എന്തായാലും ഭരണ തുടർച്ച പ്രതീക്ഷിച്ചിറങ്ങിയ MK സ്റ്റാലിനും ഇത് വലിയൊരു പ്രഹരമാണ്. സ്വന്തം തട്ടകമായിട്ടുള്ള കൊളത്തൂരിൽ പോലും മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പിന്നിലാണെന്ന വാർത്തകൾ തന്നെ ഈ തമിഴ് രാഷ്ട്രീയത്തെ വലിയ രീതിയിൽ തന്നെ അമ്പരപ്പിച്ചിരുന്നു. എന്തായാലും ഈ റിപ്പോർട്ടുകൾ വരുന്നതനുസരിച്ച് TVK സ്ഥാനാർത്ഥിയായിട്ടുള്ള VS ബാബുവിനോടാണ് സ്റ്റാലിൻ കൊളത്തൂരിൽ പൊരുതുന്നത്. കാലങ്ങളായിട്ട് തുടർന്നു പോകുന്ന DMK ADMK ദ്രുതരാഷ്ട്രീയത്തിന് ഈ ഒരു വിജയം വിരാമമിടുമെന്നാണ് വിശകലന വിദഗ്ധർ കരുതുന്നത്. DMK പലയിടങ്ങളിലും 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. നമുക്കറിയാം കേരളത്തിലെ സംഭവിക്കുന്ന അതേപോലെ തന്നെയാണ് ഒരു ഭരണവിരുദ്ധ വികാരം പിണറായി സർക്കാരിനോട് ഉള്ളതുപോലെ തന്നെ തമിഴ്നാട്ടിന്റെ ആ നിലവിലെ സർക്കാരിനോട് ഒരു ഭരണവിരുദ്ധ, അതായത് സ്റ്റാലിൻ സർക്കാരിനോട് ജനങ്ങൾക്ക് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ 130 സീറ്റുകൾ നേടിയെടുത്ത് വിജയ് രംഗത്തെത്തുന്നത്. എന്തായാലും ടൈംസ് ഓഫ് ഇന്ത്യയൊക്കെ നൽകുന്ന വിവരങ്ങളുടെ പ്രകാരമാണ് ഇപ്പോൾ ഈ ഒരു മുന്നേറ്റത്തിന്റെ ഫലം വരുന്നത്. എന്തായാലും ചെന്നൈയിലെ നീലങ്കരൈ മുതൽ തമിഴ്നാടിന്റെ ഓരോ മുക്കിലും മുഴങ്ങുന്നത് വിജയ് പാർട്ടിയുടെ അടയാളമായിട്ടുള്ള വിസിൽ ശബ്ദമാണ്. വിസിലിനെ ജനം സ്വീകരിച്ചിരിക്കുന്നു. ആ ഒരു ശബ്ദത്തിൽ ജനങ്ങൾ വീണിരിക്കുന്നു. അതേ ശബ്ദം ഉയർത്തിക്കൊണ്ട് തമിഴ്നാടെങ്ങും വിജയിക്കായിട്ട് ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്നു. തമിഴ്നാട് കാത്തിരുന്നത് ഒരു പുതിയ നായകനെയാണെന്ന് ഈ ഫലങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. തമിഴ്നാട് തെരഞ്ഞെടുപ്പിലെ TVKയുടെ മികച്ച പ്രകടനത്തിന് പിന്നാലെ നടി തൃഷ ചെന്നൈയിലുള്ള വിജയുടെ വസതിയിൽ സന്ദർശിച്ചിരിക്കുകയാണ്. എന്തായാലും ഇതും സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ 43ാം ജന്മദിനത്തിൽ തിരുപ്പതിയിൽ നിന്ന് മടങ്ങിയെത്തിയ തൃഷ വിജയെ അഭിനന്ദിക്കാൻ നേരിട്ട് എത്തിയിരിക്കുന്നു. എന്തായാലും ഇത്തരം നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വലിയ ഒരു സന്തോഷമാണ് ഇപ്പോൾ തൃഷയ്ക്കും ഉണ്ടായിരിക്കുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം, വിജയ് ഈ ഒരു പറയുന്നത് പോലെ തന്നെ CM ആകുമെന്നുള്ള കാര്യം തൃഷയ്ക്ക് ഇന്നറിയാവുന്നതോ അതല്ലെങ്കിൽ ഇന്നലെ അറിയാവുന്നതോ കാര്യമായിരുന്നില്ല. നമുക്കറിയാം ഒരു 10 വർഷം മുമ്പുള്ള ഒരു ഇന്റർവ്യൂവിൽ തൃഷ പറയുന്നത് ഈ വിജയ് ഒരു CM ആകും എന്ന നിലയിലാണ്. ഇപ്പോൾ അത് സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 43ാം ജന്മദിനത്തോടനുബന്ധിച്ച് വിജയിയെ കാണാൻ തൃശ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സൂചനകൾ വരുന്നത് അനുസരിച്ച് സ്റ്റാലിന് കനത്ത തിരിച്ചടി. സ്റ്റാലിന്റെ മണ്ഡലത്തിൽ സ്റ്റാലിൻ തോറ്റു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഇത് വിജയ് തരംഗത്തിന്റെ മറ്റൊരു അനുഭൂതി കൂടിയാണ്. ചരിത്രം, അവിടുത്തെ രാഷ്ട്രീയ ചരിത്രം തന്നെ മാറുകയാണ്. തമിഴ്നാടിന്റെ രാഷ്ട്രീയ തലവര മാറുകയാണ്. വിജയ് ഒരു ഒറ്റയ്ക്ക് വന്ന് വഴിവെട്ടി വന്ന് അല്ലെങ്കിൽ ആ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്റെ നയത്തിനൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് വിജയ് പറയുമ്പോൾ അവിടെ ഒരു MLA എന്നതിലുപരി തമിഴ്നാടിന്റെ അടുത്ത CM-ലേക്ക് ഇപ്പോൾ തന്നെ വിജയെ നിശ്ചയിച്ചു കഴിഞ്ഞു എന്ന് വേണം പറയാൻ. കാരണം അത്രയേറെ തിരിച്ചടിയാണ് ഇപ്പോൾ MK സ്റ്റാലിൻ ഉണ്ടായിരിക്കുന്നത്. ഉദയനിധി സ്റ്റാലിൻ ഉൾപ്പെടെ നിരവധി പേരായിരുന്നു രംഗത്തെത്തിയിരുന്നത്. യാതൊരു തരത്തിലും ഭരണം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകില്ല എന്ന് പറയുമ്പോഴും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഇല്ല
എന്ന് തന്നെയായിരുന്നു കരുതിയിരുന്നത്. വിജയുടെ പാർട്ടിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കരുതിയത്. പക്ഷേ ചില സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന് കരുതിയെങ്കിലും ഇത്രയും വലിയ പരാജയം നേരിടുമെന്ന് തങ്ങൾ വിചാരിച്ചില്ല. ഇപ്പോൾ കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. MK സ്റ്റാലിൻ തോറ്റു എന്നുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം വിജയുടെ പാർട്ടി അല്ലെങ്കിൽ TVK എത്രത്തോളം ജനങ്ങൾ നെഞ്ചിലേറ്റി കഴിഞ്ഞു എന്നുള്ളത്. നമുക്കറിയാം ഈ TVKയുടെ പ്രചാരണ പരിപാടികളിൽ ഒരുപാട് പേരുടെ ഈ തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട് ജീവൻ പൊലിഞ്ഞിരുന്നു. ആ ഒരു കാര്യത്തിനെതിരെ വിജയ്ക്കെതിരെ അറസ്റ്റ് വാറന്റ് രേഖപ്പെടുത്തണം, അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി പേരായിരുന്നു കടന്നാക്രമിച്ചത്. BJP ഉൾപ്പെടെ ഈ അണ്ണാമലൈ ഉൾപ്പെടെ നിരവധി പേരായിരുന്നു രംഗത്ത് വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതാ അതിൽ നിന്നെല്ലാം മാറി തന്റെ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ തക്കവണ്ണം അദ്ദേഹത്തിന് കഴിയും, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വിജയിയെ ജനം ഏറ്റെടുത്തിരിക്കുന്നത്. തമിഴ്നാട് എങ്ങും വിസിലിന്റെ ശബ്ദമാണ്. ഇപ്പോൾ കനത്ത തിരിച്ചടി DMKക്ക് ഉണ്ടായിരിക്കുകയാണ്. നമുക്കറിയാം ആദ്യ ഒരു നിലയിൽ തന്നെ വോട്ടെണ്ണൽ നടക്കുന്ന സമയത്ത് 1ാം സ്ഥാനത്തായിരുന്നു DMK. പിന്നീട് പെട്ടെന്നായിരുന്നു DMK മാറി അവിടെ ADMK വരുന്നത്. എന്നാൽ ഈ വോട്ടെണ്ണൽ അവസാനിക്കുന്ന നിമിഷം മനസ്സിലാക്കാൻ സാധിച്ചത് 1ാം സ്ഥാനത്ത് വിജയുടെ TVKയും 2ാം സ്ഥാനത്ത് ADMKയും 3ാം സ്ഥാനത്ത് DMKയും മാറി എന്നുള്ളത്. എന്തായാലും ഈ ധൃതരാഷ്ട്രത്തിന്റെ ഒരു അസ്തമയം നടന്നിരിക്കുകയാണ്. ഇനിയൊരു പുനർജനനം ഇല്ല എന്ന തരത്തിലേക്ക് തന്നെ പാർട്ടിയെ നീക്കിയിരിക്കുകയാണ് TVMK. 130 സീറ്റുകൾ നേടിക്കൊണ്ടാണ് വിജയ് ഇപ്പോൾ അല്ലെങ്കിൽ വിജയുടെ പാർട്ടി ജയിച്ചിരിക്കുന്നത്. എന്തായാലും DMK ADMK എന്നീ പ്രമുഖ പാർട്ടികളെ വെല്ലുവിളിച്ചുകൊണ്ട് TVK വന്നിരിക്കുകയാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അതിശക്തമായിട്ടുള്ള മുന്നേറ്റം കുറിച്ച് ചരിത്രം രചിക്കാൻ ഒരുങ്ങുകയാണ് വിജയുടെ തമിഴക വെற்றி കഴകം. പുതിയ ട്രെൻഡുകൾ പ്രകാരം നമുക്ക് അറിയാം 234 അംഗ നിയമസഭയിൽ 100-ലധികം സീറ്റുകളിൽ ലീഡ് നേടി വിജയുടെ പാർട്ടി മുന്നേറിയപ്പോൾ തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെ TVKയുടെ ഭരണം വരും എന്നുള്ളതാണ്. എന്തായാലും കേവല ഭൂരിപക്ഷത്തിലേക്ക് വേണ്ട സീറ്റുകൾ 118 സീറ്റുകളാണ്. പക്ഷേ അവസാനം നമ്മൾ നോക്കുമ്പോൾ 130 സീറ്റുകളിലേക്കാണ് വിജയുടെ TVK മുന്നേറിയിരിക്കുന്നത്. 118 സീറ്റുകൾ മാത്രം മതിയായിരുന്നു. പക്ഷേ അതിലുപരി 130 സീറ്റുകളിലേക്ക് TVKക്ക് വരാൻ കഴിഞ്ഞു. ഇത് വിജയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചരിത്രത്തിലെ വലിയ ഒരു കടമ്പയായിരുന്നു. സിനിമാ മേഖലയിൽ നിന്ന് വന്നതായിരുന്നു. നമുക്കറിയാം നിരവധി പേർ സിനിമാ മേഖലയിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഇറങ്ങിയ ചരിത്രമുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പരാജയങ്ങൾ സംഭവിച്ച നിരവധി പേരുണ്ട്. എന്തായാലും ഈ തവണ വിജയ് രംഗത്തിറങ്ങിയപ്പോൾ പലരും പറഞ്ഞു ഒരു വിജയ്ക്ക് ഫാൻ പേജ് ആണ്, അല്ലെങ്കിൽ ഫാൻസ് കുറച്ച് വോട്ട് നൽകും. നമ്മുടെ കേരളത്തിൽ അധികം പേരും ചർച്ച ചെയ്തിരുന്നു. രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് വലിയ പിടിപാടൊന്നും ഉണ്ടാവില്ല, രാഷ്ട്രീയ ചരിത്രത്തിൽ അദ്ദേഹത്തിന് വലിയ വിജയമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, എവിടെയെങ്കിലും കുറച്ച് ഫാൻസിന്റെ കുറച്ച് വോട്ടുകൾ മാത്രമാണ് എന്ന് കേരളത്തിൽ പോലും പലരും പറയുകയും ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. അതേ സ്ഥലത്ത് നിന്നുകൊണ്ട് വളരെ ഞെട്ടിക്കുന്ന രീതിയിൽ, രാജ്യത്തെ മൊത്തത്തിൽ ഞെട്ടിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം കടന്നിരിക്കുന്നത്. അവിടെ TVK 130 സീറ്റുകൾ നേടിക്കൊണ്ട് ഭരണം പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു പാർട്ടി ഒരു വർഷത്തിനുള്ളിൽ രൂപീകരിക്കുക. ആ പാർട്ടി രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ട് ആ പാർട്ടിയിലെ അംഗങ്ങളെല്ലാം നിയമസഭയിലേക്ക് മത്സരിക്കുക. അതേ വർഷം തന്നെ അല്ലെങ്കിൽ ഒറ്റത്തവണ മത്സരിക്കാൻ ആദ്യമായിട്ട് കന്നി മത്സരം നടത്തുക എന്ന് വേണമെങ്കിൽ പറയാം. ആ കന്നി മത്സരത്തിൽ തന്നെ ആ പാർട്ടിക്ക് ആ നാട് അല്ലെങ്കിൽ ആ സംസ്ഥാനം മുഴുവൻ ഭരിക്കാനുള്ള ഭരണം കൈ കിട്ടുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിജയമാണ്. ഇതിൽ പരം ഇനി വിജയം ജോസഫ് വിജയ്ക്ക് ലഭിക്കാനില്ല, ഇളയ ദളപതിക്ക് ലഭിക്കാനില്ല. ജനങ്ങൾക്കൊപ്പമാണ് അദ്ദേഹം, ജനങ്ങളും അദ്ദേഹത്തിനൊപ്പമാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് തമിഴ് രാഷ്ട്രീയം.